കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലി പ്രഖ്യാപനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിരമിക്കൽ ഉചിതമായ സമയത്തെന്ന് കോഹ്ലി. അവസാനിക്കുന്നത് 14 വർഷം നീണ്ട കരിയർ. INS വിക്രാന്തിന്റെ വിവരം തേടിയ മലയാളി കസ്റ്റഡിയിൽ, പിടിയിലായത് കോഴിക്കോട് സ്വദേശി. ഫോൺ കോൾ വന്നത് കൊച്ചി നാവികസേന ആസ്ഥാനത്ത്. യുദ്ധത്തിനിടയിൽ കപ്പൽ എവിടെയെന്ന് അന്വേഷിച്ചായിരുന്നു ഫോൺ കോൾ. KPCCക്ക് പുതിയ നേതൃത്വം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റു. UDF കൺവീനറായി അടൂർ പ്രകാശ്. 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടെന്ന് സണ്ണി ജോസഫ്. തന്റെ കാലത്ത് പാർട്ടിക്ക് നേട്ടങ്ങൾ മാത്രമെന്ന് K. സുധാകരൻ. സംഘടനയെ സെമി കേഡറാക്കി. തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ നേടി. ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം കുറച്ചു. താൻ എന്നും പ്രവർത്തകർക്കൊപ്പമുണ്ടാവുമെന്നും K. സുധാകരൻ. ഇന്ത്യ പാക് സംഘർഷങ്ങളെ തുടർന്ന് അടച്ചിട്ട വിമാനത്താവളങ്ങൾ തുറക്കുന്നത് അടച്ചിട്ട 32 വിമാനത്താവളങ്ങൾ. വ്യോമയാന മന്ത്രാലയം അറിയിപ്പ് പുറപ്പെടുവിച്ചു. നടപടി വ്യോമസേനയുടെ നിർദ്ദേശത്തെ തുടർന്ന്. കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. മരിച്ചത് കൊൽക്കത്ത സ്വദേശി മുൻതാജ് മീർ. പരിക്കേറ്റ 2 പേർ ചികിത്സയിൽ. എറണാകുളം വടക്കൻ പറവൂരിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞു. വീട്ടിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്ക്. അപകടമുണ്ടായത് പുലർച്ചെ. ഇതര സംസ്ഥാനക്കാരനായ ഡ്രൈവർ കസ്റ്റഡിയിൽ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം